ശ്രീകൃഷ്ണമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു. വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ പാദത്തിലെ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രീ ഗുരുവായൂരപ്പന്റെ ചുറ്റുവിളക്ക് ഷീട്ടാക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ഉദയാസ്തമന പൂജ ഷീട്ടാക്കിയിട്ടുണ്ടോ? ഉദയാസ്തമന പൂജയൊക്കെ ഷീട്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർവികരാരെങ്കിലും ചെയ്തു വെക്കണം. എത്രയോ വർഷം മുമ്പ് ഷീട്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. ഇത് ആരെങ്കിലും ഷീട്ടാക്കിയവരുടെ കൂടെ നിങ്ങൾ വന്ന് പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അറിയാം ഗുരുവായൂരപ്പന്റെ തൃപ്പുക തൊഴുക എന്നുള്ള ആ ഒരു ചടങ്ങിനെ പറ്റിയിട്ട്. എല്ലാവർക്കും തൊഴാൻ പറ്റൂ കേട്ടോ. പക്ഷേ ഈ വിളക്ക് ഷീട്ടാക്കിയ ആൾക്കാർക്കും ഉദയാസ്തമന പൂജ ഷീട്ടാക്കിയ ആൾക്കാർക്കും കുറച്ചധികം പ്രിവിലേജ് ഉണ്ട്. ഉണ്ടത്രേ എന്നല്ല, ഉണ്ട്. എന്താന്ന് വെച്ചാൽ അവർക്ക് ആ വലിയ ബലിക്കല്ലിന്റെ മുമ്പിലായിട്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല, അതിന്റെ പുറത്തായിട്ട് ഇരിക്കാൻ സാധിക്കും. അതായത് വലിയ ബലിക്കല്ലിന്റെ മുമ്പിൽ നിലത്തിരിക്കണം കേട്ടോ. നിലത്ത് പടിഞ്ഞിരുന്നിട്ട് തൃപ്പുക കഴിയുന്ന ആ ഒരു സമയത്ത് ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും, അന്നത്തെ അലങ്കാരത്തോടു കൂടിയിട്ട്. അതിനുശേഷം നടയടച്ചതിന് ശേഷം തൃപ്പുകയുടെ നെയ്യും സേവിച്ചതിന് ശേഷം അവർക്ക് പുറത്തു പോകാം. സാധാരണ നമ്മൾ ഭക്തജനങ്ങൾക്ക് എങ്ങനെയാ തൊഴാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, തൃപ്പുകയുടെ സമയത്ത് കൊടിമരത്തിന്റെ ചോടയുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തൃപ്പുക കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണാം. നടക്കിൽ ഇങ്ങനെ കണ്ടിട്ട് തൊഴുതതിന് ശേഷം ഇപ്പോൾ തൃപ്പുകയുടെ നെയ്യ് കിട്ടുക ക്യൂ സംവിധാനത്തിലൂടെ പോയാലാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ക്യൂവിൽ നിന്ന് ഈ തൃപ്പുകയുടെ നെയ്യും വാങ്ങി കൊടിമരത്തിന്റെ ചോടയിൽ കൂടെ തന്നെ പുറത്തേക്ക് കിടക്കുകയും ചെയ്യാം. അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ അവിടെ ഇരുന്ന് തൊഴുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്നത്തെ ദിവസത്തെ ഇപ്പൊ ഇന്നലത്തെ അലങ്കാരം തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചു വെച്ചും എന്ന രീതിയിൽ ഓടക്കോല് പിടിച്ചു നിൽക്കുന്ന, വിളിച്ചൂതി നിൽക്കുന്ന, മന്ദം ഹസിച്ച ഗുരുവായൂരപ്പന്റെ രൂപത്തിലാണ് ആ ഉണ്ണികൃഷ്ണനെ അവിടെ ആ വലിയ ബലിക്കല്ലിന്റെ മുമ്പിലായിട്ട് നിലത്തിരുന്നു കൊണ്ട് ആ ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ട് തൊഴുമ്പോൾ എന്താ ഒരു രസം എന്നറിയൂ. ഒട്ടും സംശയിക്കണ്ട, നമ്മളിപ്പോ ഭൂലോക വൈകുണ്ഠത്തിൽ തന്നെയാണ് ഇന്ന് തോന്നുന്ന തരത്തിലാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ഒരിക്കൽ നമുക്ക് അങ്ങനെ ഒന്ന് തൊഴാൻ പോകുന്ന ഒരു എപ്പിസോഡ് ചെയ്യണം കേട്ടോ. അതിനും ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ. ഒരു ദിവസം എനിക്ക് നല്ലോണം ആഗ്രഹമുണ്ട് എല്ലാവർക്കും വിളക്ക് തൊഴാൻ സാധിക്കണം എന്ന്. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇടയ്ക്ക് പ്രദക്ഷിണത്തോട് കൂടിയിട്ടുള്ള വിളക്ക് അത് തൊഴുന്ന സമയത്തുണ്ടല്ലോ, എന്താ പറയാ, ശ്രീ ഗുരുവായൂരപ്പന്റെ അമ്പലം തന്നെയാണോ ഇത്, അതോ സാക്ഷാൽ വൈകുണ്ഠാണോ? നിശ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നേ നമ്മള്. എന്താ കാരണം എന്നറിയോ? സ്വർണ്ണത്തിരികളാണ് നിറയെ. അതായത് വിളക്ക് മുഴുവൻ, ചുറ്റുവിളക്ക് മുഴുവനായിട്ടും കത്തിക്കും. വിളക്ക് മാടത്തിലെ ഓരോ വിളക്കുകളും തെളിയിക്കും. ഇതുപോലെ എല്ലാ വിളക്കുകളും അവിടെ തെളിഞ്ഞു കാണാൻ പറ്റും നമുക്ക്. അതേമാതിരി തന്നെ എന്താ പറയാ, ഇടയ്ക്ക സംഗീതത്തോട് കൂടിയിട്ട്, വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടാണ് ആ ഒരു പ്രദക്ഷിണം ഉണ്ടാവുക. വളരെ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, അരമണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ ഒരു 15 to 20 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ തീരും. പക്ഷെ ആ ഒരു സമയത്തുണ്ടല്ലോ, ശ്രീഗുരുവായൂരപ്പൻ ഇങ്ങനെ എഴുന്നള്ളി വരികയാണ് കോലത്തില്. ആ സമയത്ത് ഇടയ്ക്ക, അതുപോലെ തന്നെ കുഴൽവിളി ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ ഒന്നും വാദ്യങ്ങളുടെ ഒന്നും പേരറിയില്ല കേട്ടോ. ശ്രുതി പിടിക്കുക, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആ കുഴലില് അവരെ ഉണ്ടാക്കുന്ന സംഗീതം എന്ന് പറയുന്നത് ഓരോ പാട്ടുകളാണ് കേട്ടോ. നമുക്ക് നല്ല കേട്ടുപരിചയമുള്ള പാട്ടുകൾ. കൃഷ്ണ നീ ബേഗനെ ബാരോ എന്നിൽ തുടങ്ങുന്ന അതുപോലെയുള്ള, ഈ എന്താ പറയാ, അനേകം എനിക്ക് കീർത്തനങ്ങളുടെ പേരൊന്നും പെട്ടെന്ന് പറയാൻ അറിയില്ല. ഭാഗ്യാല ലക്ഷ്മി ബാരമ്മ, അങ്ങനെ കുറേ കീർത്തനങ്ങളാണ് അവരതിലൂടെ വായിക്കുന്നത്. ഈ കീർത്തനങ്ങളുടെ ആ ഒരു അകമ്പടിയോട് കൂടിയിട്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഓരോ പോയിന്റിലെത്തുന്ന സമയത്ത് ശംഖ് മുഴക്കും. ഈ ശംഖനാദം മുഴക്കുന്ന സമയത്ത് ഭഗവാന്റെ ആനപ്പുറത്തിരിക്കുന്ന ആളുകളെല്ലാം ആലവട്ടവും വെഞ്ചാമരവും എടുത്ത് വീശാൻ തുടങ്ങും.
ആ സമയത്ത് എല്ലാ ഭക്തജനങ്ങളും, മുൻപിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും നമസ്കരിക്കും. ഈ ശംഖനാഥം അവർക്ക് നമസ്കരിക്കാനുള്ള ഒരു സിമ്പലായിട്ടാണ് കണക്കാക്കുന്നത്. ആ നിമിഷം എല്ലാവരും നമസ്കരിക്കും. നമസ്കരിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ ആനപ്പുറത്തിരിക്കണത് കാണാൻ എന്ത് രസമാണെന്നറിയോ. നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയെന്ന് നമുക്ക് ശരിക്കും തോന്നുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ ഇനി വരുന്ന സമയത്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ പാകത്തിന് വരുന്ന ആളുകളാണെങ്കിൽ രാത്രി ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തുക. എന്നിട്ടൊരു 10:30-കൊക്കെ തിരിച്ച് ഫ്രീ ആയി പോവാൻ പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ എന്ത് തിരക്കുണ്ടെങ്കിലും അവിടെ നിൽക്കൂട്ടോ. എന്നിട്ട് ഈ ഒരു ഇടയ്ക്ക് പ്രദക്ഷിണത്തോട് കൂടിയിട്ടുള്ള വിളക്കെഴുന്നള്ളിപ്പ് ഒരു തവണയെങ്കിലും തൊഴണം. അത് തൊഴുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നിട്ട് ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് കയറ്റുന്നത് കാണാം. അതിനുശേഷം അവിടെ തന്നെ അങ്ങോട്ട് ഉറച്ചു നിന്ന് പോകരുത്. മുമ്പിൽ നടക്കണം. കാരണം പല ആൾക്കാരും എനിക്ക് എന്നും ചീത്ത കിട്ടാറുണ്ട് കേട്ടോ ഭക്തജനങ്ങളുടെ. അതെന്താന്ന് വെച്ചാൽ കൂത്തമ്പലത്തിന്റെ അവിടെയാണ് ഞാൻ നിൽക്കുക. കൂത്തമ്പലത്തിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് കാണും. എഴുന്നള്ളിച്ച് കഴിഞ്ഞ് 3 പ്രദക്ഷിണം വെക്കും. 4-ാമത്തെ പ്രദക്ഷിണത്തിനാണ് കൂട്ടി എഴുന്നള്ളിപ്പ് വരിക. ആ കൂട്ടി എഴുന്നള്ളിപ്പിന്റെ സമയത്തും, അതായത് കൂട്ടി എഴുന്നള്ളിക്കുക പറഞ്ഞാൽ 3 ആനകളുടെ അകമ്പടി. ആദ്യത്തെ 3 പ്രദക്ഷിണത്തിന് ഒരാനേ ഉണ്ടാവുള്ളൂ. പിന്നെ 3 ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം പിന്നെ ഭഗവാന്റെ മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ വഴിതരൂ എന്ന് ചോദിച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് നടക്കണം, ഒരു ഭാഗത്ത് നിന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്തയൊക്കെ പറയാറുണ്ട് ആൾക്കാർ. ഞാൻ ചിരിക്കും. ചേച്ചി ഉണ്ടാവും എൻ്റെ കൂടെ. ചേച്ചി പറയും, മുമ്പിൽ നിന്നാലേ ഗുരുവായൂരപ്പനെ കാണുള്ളൂ, വേഗം ഞങ്ങളുടെ കൂടെ പോന്നോളൂ എന്ന്. ആരും കേൾക്കൊന്നുമില്ല കേട്ടോ, ആരും വരുമൊന്നുമില്ല. അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഇപ്പം ഞങ്ങൾ ഓടണ്ടേന്ന്. മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. മുമ്പിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ തന്നെ നിന്നു വിചാരിക്കാം. വിളക്കിന്റെ പ്രദക്ഷിണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആനയുടെ പുറകുവശമല്ലേ കാണാൻ പറ്റുള്ളൂ. അതിന് പകരം നമ്മൾ മുമ്പിലാ നിൽക്കണമെന്ന് വെച്ചാൽ ഓരോ പോയിന്റിൽ ഗുരുവായൂരപ്പൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ശംഖനാദം കേൾക്കാൻ പറ്റും. എല്ലാവരും നമസ്കരിക്കുമ്പോൾ കൂടെ നമസ്കരിക്കാൻ പറ്റും. അങ്ങനെ അനേകം അതുകൊണ്ട് എന്താ പറയുക, ബെനിഫിറ്റ്സ് ഉണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞ് കൊടിമരത്തിന്റെ ചോടെ എത്തുന്ന സമയത്ത് ബാക്കി 2 പറ്റാനകൾ തിരിച്ചു പോകും. നടുവിലെ ആനയുടെ അവിടെ മാത്രം കോലമായിട്ട് മാത്രം ഒരു പ്രദക്ഷിണം ഉണ്ട്. അതിനുശേഷം കോലം ഇറക്കി എഴുന്നള്ളിക്കും. എന്നിട്ട് അതിൽ നിന്ന് തിടമ്പെടുത്ത് ശാന്തിയേറ്റ കീഴ്ശാന്തി അകത്തേക്ക് പോകും. അതിനുശേഷമാണ് തൃപ്പുക വരുന്നത്. അപ്പം ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഒരു 3-4 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ, അടുപ്പിച്ച് തൃപ്പുക തൊഴാൻ പോകുന്നുണ്ട്. അപ്പം എനിക്ക് എല്ലാ ദിവസവും തൃപ്പുക തൊഴുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും തൃപ്പുക തൊഴാൻ പറ്റണേന്നാണ്. എല്ലാവർക്കും ഒരു ദിവസമെങ്കിലും വിളക്കെഴുന്നള്ളിപ്പ് തൊഴാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രയും നല്ലൊരു അന്തരീക്ഷമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏത് സമയത്ത് തൊഴുതാലും നമുക്ക് സന്തോഷമാവും. ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ. രാവിലെ 3 മണി തൊട്ട് രാത്രി കൃഷ്ണാട്ടങ്ങളി കഴിയണമെന്ന് വരെയും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഫീല് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഈ വിളക്കെഴുന്നള്ളിപ്പിന് എന്തോ ഇത്തിരി അധികം മാധുര്യം ഉണ്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, കൃഷ്ണാര്യ മിത്രങ്ങൾ ഓരോരുത്തർക്കും തൊഴാൻ സാധിക്കട്ടെ. ഞാൻ ഇത്തിരി സ്വാർത്ഥ ബുദ്ധിയൊക്കെയാണ് കേട്ടോ. ഞാൻ കൃഷ്ണാര്യ മിത്രങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെയല്ല നമ്മളെല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ ചോദ്യം നോക്കാം അല്ലേ. സവിത, ഇന്നലെ ഞാൻ ഗുരുവായൂര് പാൽപ്പായസം നന്നായിട്ട് സ്വപ്നം കണ്ടു. എന്താണ് അർത്ഥം? ഗുരുവായൂരപ്പനെ പാൽപ്പായസം കൊണ്ടുപോയി നേദിക്കാനുള്ള സമയമായി എന്നാണ് അർത്ഥം. വേഗം ഗുരുവായൂർക്ക് വന്നോളൂ. ഗുരുവായൂരപ്പനെ പാൽപ്പായസം നേദിക്കാൻ ഷീട്ടാക്കിക്കോളൂ കേട്ടോ. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചേച്ചി, നാരായണ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് രാധിക എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. നര എന്നാൽ നര പ്ലസ് ആയനം എന്നാണ് നാരായണ എന്നുള്ളതിൻ്റെ ഒരു സ്പ്ലിറ്റൻസ് വരുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും ആശ്രയം എന്നാണ് നാരായണ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സകല ജീവജാലങ്ങളുടെയും ആശ്രയമാണ് ശ്രീ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ നാരായണമൂർത്തി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അത്രേ അറിയുള്ളൂ. വിശദമായിട്ട് ചോദിച്ചാൽ ഞാനും കുറച്ച് ബുദ്ധിമുട്ടു കേട്ടോ. അടുത്തതായിട്ട് സവിത, കദളിക്കുല സമർപ്പിക്കാൻ ഷീട്ടാക്കണോ, കദളിക്കുല വാങ്ങിക്കൊടുക്കണോ, അതോ ഷീട്ടാക്കിയാൽ മാത്രം മതിയോ? വിശദമായിട്ട് ഒന്ന് പറയൂ എന്നാണ് ആദിത്യൻ എന്ന ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. കദളിക്കുല നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നടയിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാനുള്ള പട്ട് വിരിച്ചു കൊടുത്ത് നമുക്ക് തന്നെ വേണമെങ്കിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം.
അതല്ലെങ്കിൽ ഒരു കദളിപ്പഴം ഗുരുവായൂരപ്പന് ദിവസേന നേദിക്കാൻ എന്ന രീതിയിൽ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നമുക്ക് ഒന്നിച്ച് കദളി 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അങ്ങനെയൊക്കെ ഷീട്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് കദളിപ്പഴം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷീട്ടാക്കാം. അതാണ് ഷീട്ടാക്കുക. അതാവുമ്പോൾ ഒരു കൊലയല്ല, ഒരു പഴം നേദിക്കുക എന്ന രീതിയിലാണ്. ഒരു കൊല നമ്മളായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഷീട്ടും എടുക്കണ്ട, അവിടെ കൊണ്ടുവന്ന് മണ്ഡപത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് സവിത നമസ്കാരം. 60 വയസ്സ് പ്രായമുള്ള അമ്മയാണ് ഞാൻ. എൻ്റെ മോൾക്ക് 37 വയസ്സ് ആണ് പ്രായം. അവൾക്ക് എല്ലാ കാര്യത്തിലും ടെൻഷനാണ്. അവൾക്ക് കോർട്ടിസൺ പ്രശ്നമുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മോൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ഞാൻ ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി അമ്മ വിഷമിക്കാണ്ടിരിക്കൂ. എൻ്റെ അമ്മയുടെയൊക്കെ ഏകദേശ പ്രായമാണ് അമ്മയ്ക്കും. വിഷമിക്കാതിരിക്കൂ. കോർട്ടിസൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നം എന്നാണ് കേട്ടോ. ഈ ഹോർമോണൽ ഇംബാലൻസിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും യോഗയെ ഡിപ്പെൻഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ ഡിപ്പെൻഡ് ചെയ്താലും വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ യോഗ ചെയ്യുക, ഒപ്പം യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ടെൻഷൻ, വിഷമം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നാരായണ കവച മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. എല്ലാ തരത്തിലുള്ള ടെൻഷൻസും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ അകറ്റി നിർത്താൻ നാരായണ കവച മന്ത്രം ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് ഹലോ സവിത, കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏത് കൃഷ്ണനാട്ടംകളിയാണ് നേരേണ്ടത്? അത് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? നാരായണീയം ചൊല്ലുന്നുണ്ട്, ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. നിവർത്തി പറയും പഞ്ചദശകം എന്ന് പറയാറുണ്ട്. രാസക്രീഡ എന്ന ഗുരുവായൂരപ്പന്റെ നാരായണീയത്തിലെ ഭാഗം വായിക്കുന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഫലം ആയിട്ട് പറയാറുണ്ട് കേട്ടോ. 65-ാമത്തെ ദശകം മുതൽ 69-ാമത്തെ ദശകം വരെയാണ് ഈ രാസക്രീഡ എന്ന ഭാഗം. എന്നാൽ കൃഷ്ണനാട്ടംകളിയിലെ ഈ ഭാഗം എന്ന് പറയുന്നത് കന്യകമാരുടെ ശ്രേയസ്സിന് അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറാൻ എന്നാണ് ഫലശ്രുതിയായിട്ട് പറയാറുള്ളത്. ബാണയുദ്ധം കൃഷ്ണനാട്ടംകളിയാണെങ്കിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബാണയുദ്ധം ഷീട്ടാക്കുന്നത് വളരെ നല്ലതാട്ടോ. അടുത്തതായിട്ട് വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണോ അതോ മറ്റേതെങ്കിലും ദേവന്മാരെയാണോ എന്നാണ് പേരറിയാത്ത ഒരു ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. പേര് എനിക്കറിയാം, ബാബു എന്നാണ് അങ്ങയുടെ പേര് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിരാട് പുരുഷൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ വിശ്വരൂപത്തിനാണ് കേട്ടോ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വിശ്വരൂപം എന്ന് പറയുമ്പോൾ അനേകം കൈകാലുകൾ, അനേകം തലകൾ ഒക്കെ ആയിട്ട് എല്ലാ ഈശ്വരന്മാരെയും ഒന്നിച്ച് കാണാൻ സാധിക്കുന്ന ആ ഒരു ദിവ്യരൂപത്തിനെയാണ് വിരാട് രൂപം എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റ് ഈശ്വരന്മാരെ അല്ല പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് രേഷ്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എൻ്റെ ചോദ്യം വായിക്കണേ. നമ്മൾ ദിവസം രാവിലെ വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ വിളക്കിലെ തിരിയും എണ്ണയും എല്ലാ ദിവസവും മാറ്റണോ? മറുപടി തരണേ എന്ന്. ഞാൻ വിളക്ക് കൊളുത്തുമ്പോൾ ഒരു തവണ വിളക്ക് കൊളുത്തിയിട്ട് ആ വിളക്ക് കെട്ടുപോയാൽ പിന്നെ ആ തിരി രണ്ടാമത് കത്തിക്കാറില്ല, പകരം വേറെ തിരി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ആ തിരി കണ്ടിന്യൂസ് ആയിട്ട് കത്തുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കത്താം. ഒരിക്കൽ കെട്ടുപോയ തിരി രണ്ടാമത് വീണ്ടും കത്തിക്കാറില്ല, പകരം വേറെ തിരിയാണ്. എന്നാൽ എണ്ണ അതിൽ ബാക്കിയുണ്ടെങ്കിൽ എണ്ണ കഴിയുന്നത് വരെ വീണ്ടും വേറെ തിരിയിട്ട് കത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. എണ്ണ കളയാറില്ല എന്നർത്ഥം. വിളക്ക് നന്നായി മുഷിഞ്ഞാൽ, നാശായാൽ അല്ലെങ്കിൽ കരി പിടിച്ചാലാണ് ഞാൻ രണ്ടാമത് കഴുകി വിളക്ക് ഉപയോഗിക്കാറ്. ഈ വിളക്ക് കഴുകാൻ പ്രത്യേക ദിവസം, വിളക്ക് കഴുകാൻ പ്രത്യേക നേരം അങ്ങനെയൊന്നുമല്ല. വിളക്ക് കരി പിടിച്ചാൽ കഴുകുക എന്നുള്ളതാണ് എൻ്റെ ഒരു സമ്പ്രദായം കേട്ടോ. അടുത്തതായിട്ട് ആദിശ്രീ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിതാജി പറഞ്ഞല്ലോ നാരായണീയത്തിൽ 51-ാമത്തെ ദശകം വനഭോജനമാണ് എന്ന്. പക്ഷെ എൻ്റെ നാരായണീയത്തിൽ അഘാസുരവധം എന്നാണ്. എവിടെയാണ് വനഭോജനം? ഒന്നൊന്ന് പറഞ്ഞു തരാമോ? ചെറിയ നാരായണീയമാണ് എൻ്റേത്. എല്ലാ നാരായണീയത്തിലും 51-ലെ വനഭോജനം ഉണ്ട് കേട്ടോ. ഇന്ന നാരായണീയൊന്നൊന്നുമില്ല. അതായത് അഘാസുരവധം എന്ന ആ ഒരു ഭാഗം, അതിൻ്റെ ഭാഗം തന്നെയാണ് 51-ാമത്തെ ദശകം തുടങ്ങുന്നത് അഘാസുരവധത്തിൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അവസാന ശ്ലോകങ്ങൾ എടുത്താൽ ശ്രീ ഗുരുവായൂരപ്പനും ഉണ്ണികൃഷ്ണനും എന്താ പറയുക ഗോപാലകുട്ടികളും ചേർന്ന് ആ ഒരു എന്താ പറയുക വനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ
ഒരു ഉരുള ചോറുണ്ടായിരിക്കും. ഈ ഓരോ വിരലുകൾക്കിടയിലും ആ സ്നാക്സ് പോലെ, അതായത് ഉപ്പേരി പോലെയുള്ള വറവ് ഐറ്റംസ് ഒക്കെ വെക്കും. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അടുത്ത ഗോപാലക്കുട്ടി അത് കട്ടെടുക്കും. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിക്കുന്ന ആ ഒരു രംഗം കണ്ടുകൊണ്ടാണ് സാക്ഷാൽ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ബ്രഹ്മദേവന് തോന്നും യജ്ഞങ്ങളിലും യാഗങ്ങളിലും ഒക്കെ യജ്ഞബുക്കായിട്ട് ഭഗവാനെ ആ യജ്ഞത്തിൻ്റെ ആ ഒരു ഭാഗം നിവേദ്യം സ്വീകരിക്കാൻ വിളിച്ചാൽ പോലും വരാത്ത, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം പോലും ഇന്ദ്രദേവനെ ഏൽപ്പിച്ചുകൊണ്ട് ആ യോഗേശ്വരൻ എല്ലാവരിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണോ ഇങ്ങനെ ഈ ഒരു ഗോപാലക്കുട്ടികളുടെ ഉരുളകളൊക്കെ കട്ട് കഴിക്കുകയും അവനവൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുകയും എച്ചിലും വറ്റും ഒന്നും നോക്കാതെ, അത് ശരിയാവുന്നില്ല, ഒരു കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഈ ഗോപാലകുട്ടികളെയും കിടാങ്ങളെയും ഒക്കെ മറച്ചു പിടിക്കും. ഭഗവാൻ പിന്നീട് അവരുടെ ഓരോരുത്തരുടെയും സ്വരൂപം സ്വീകരിച്ച് ഒരു വർഷക്കാലം എല്ലാ ഗൃഹങ്ങളിലും എല്ലാ അമ്മമാർക്കും ഉണ്ണികൃഷ്ണൻ, അവരവരുടെ മകൻ ഉണ്ണികൃഷ്ണനാണ് എന്നുള്ള ആ ഒരു രീതിയിൽ കൊടുക്കും എന്നൊക്കെയാണ് കഥ. അതൊക്കെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. 51ാമത്തെ ദശകത്തിൽ തന്നെയാണ് കേട്ടോ. 51ാമത്തെ ദശകത്തിൽ അഘാസുരവധവും പെടുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. ഈ ഒരു ഭാഗം ലാസ്റ്റുള്ള ആ ഒരു ശ്ലോകങ്ങളിലൊക്കെയാണ് കേട്ടോ ഇത് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് അർച്ചനയാണ് തോന്നുന്നു. ഉണ്ണിക്കുട്ടൻ എന്ന ഐഡിയിൽ നിന്നാണ് തീർത്ഥം കൊണ്ട് തുലാഭാരം എത്ര രൂപയാകും, വെയിറ്റ് അനുസരിച്ചാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ മറ്റൊരു ഭക്തയും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയാന്ന് എനിക്ക് കാണാനില്ല കേട്ടോ. തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന് വെയിറ്റ് അനുസരിച്ചല്ല കേട്ടോ. 200 രൂപയിലും താഴെ വരുള്ളൂ. 150 180 എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 200 എന്നിങ്ങനെ പറയണേ. അത് വെയിറ്റ് അനുസരിച്ചല്ല. ഒരു കൂടം തീർത്ഥജലമാണ് അതിൽ വെക്കുക, ബാക്കി കട്ടിയാണ് വെക്കുക. നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അത്രയും തുക മാത്രമേ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന് വരുന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് മിഷ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉദയാസ്തമന പൂജ ഏതെല്ലാം ദിവസങ്ങളിലാണ് ഉള്ളത് എന്ന്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണുള്ളത്. ഇതിൽ തന്നെ ഏതെങ്കിലും ദിവസങ്ങളിൽ പബ്ലിക് ഹോളിഡേയ്സ് വരികയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ഉണ്ടാവില്ല. ശാലിനി സുരേഷാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഈ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ 2 പേർക്കുള്ള ഉത്തരമാണ്. ഉണ്ണിക്കുട്ടൻ അല്ലെങ്കിൽ അർച്ചനയ്ക്ക് ശാലിനി സുരേഷിനും ഉള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടുത്തതായിട്ട് ശൈല വിപിൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, നമസ്കാരം സവിത പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഒരാളെ പൈസ കൊടുത്ത് സഹായിച്ചാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടുമല്ലോ എന്നെങ്കിലും ചിന്തിക്കാത്തവരുണ്ടാവോ? ഞാനെങ്കിലും ഉണ്ടാവും അങ്ങനെ ചിന്തിക്കാൻ. ത്വൽ പ്രസാദായ ഭൂയാൽ, ഇത് 100ാമത്തെ ദശകത്തിലെ ആണ് എന്ന് എനിക്കറിയാം. ഇതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ സവിത? ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും സവിത ഇത് പറഞ്ഞ് കേട്ടിരുന്നു എന്നാണ്. ത്വൽ പ്രസാദായ ഭൂയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ ഗുരുവായൂരപ്പ എന്നാണ് അതിൻ്റെ അർത്ഥം. ത്വൽ പ്രസാദായ ഭൂയാൽ, അങ്ങയുടെ സന്തോഷത്തിനായിട്ട് ഭവിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ എപ്പോഴും ഭഗവാന്റെ ഒരു ശ്ലോകം എന്ന രീതിയിൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് ചൊല്ലാറുണ്ട്. അത് 2 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭഗവാന്റെ ഒരു സ്വരൂപവർണ്ണന ചെയ്യാറുണ്ട്. ആ ഭഗവാന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയാറുണ്ട്. അതിനുശേഷം ആചാര്യന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയാറുണ്ട്. ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ വാക്കുകൾ കടമെടുത്താണ് ഞാൻ ഓരോ എപ്പിസോഡും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ എൻ്റെ ആചാര്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട്, അതായത് കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് തുടങ്ങാറുള്ളത്. ഇത്രയും നിങ്ങളോട് സംസാരിച്ചു പോകുന്ന ഞാൻ അവസാനം സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന എന്ന് പറഞ്ഞ് നിർത്താറുണ്ട് അല്ലേ? അങ്ങനെ നിർത്തുമ്പോഴൊക്കെ എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നില്ല എന്നുള്ള എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള അശ്വതിയുടെ അടുത്ത് ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അശ്വതിയാണ് എന്നോട് പറയുന്നത്, ഓപ്പോൾ ഒരു കാര്യം വിട്ടുപോയി,
ത്വൽപ്രസാദായ ഭൂയാൽ എന്ന ഭഗവാനോട് പറയാൻ മറന്നുപോയില്ലേ എന്ന്. അത് സത്യമല്ലേ? ഭഗവാനോടും പറയണ്ടേ സന്തോഷമായി ഉണ്ണീകൃഷ്ണ എന്ന്. കാണുമ്പോൾ ആദ്യം അങ്ങനെയാട്ടോ പറയാറ്, ഉണ്ണീകൃഷ്ണക്ക് സന്തോഷമായി ഭഗവാനെ എന്നും കൂടി കാണാൻ പറ്റിയല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോൾ അത് പറയാൻ മറന്നുപോയ നന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ത്വൽപ്രസാദായ ഭൂയാൽ എന്നുകൂടി ഞാൻ പറയാൻ തുടങ്ങിയത് കേട്ടോ. അടുത്തതായിട്ട് ശ്രീലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത ചേച്ചി, ഞാൻ ശ്രീലക്ഷ്മിയാണ്. ഞാൻ ഉൾപ്പെട്ട ഒരു PSC റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കേസിൽ പെട്ട് കിടക്കുകയാണ്. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേയായി. ഈ വിഷമം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പോൾ എപ്പോൾ ഭാഗവതം തുറന്നാലും വത്സസ്തേയം ആണ് കിട്ടുക. അതെന്താവും അങ്ങനെ? ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? മറുപടി തരാമോ എന്ന്. ഈ ബ്രഹ്മദേവൻ എല്ലാവരെയും മറച്ചു പിടിക്കുന്ന ഭാഗമാണ് ഈ കിട്ടുന്നു എന്ന് പറഞ്ഞ വത്സസ്തേയം അല്ലെ. അപ്പോൾ ഈ എന്താ പറയാ, എല്ലാ കുട്ടികളെയും, ഗോപാല കുട്ടികളെയും മറച്ചു പിടിച്ചിട്ട് പിന്നീട് തിരിച്ച് എല്ലാവരെയും കൊണ്ടുപോയി കൊടുത്ത് എന്താ പറയുക, നമസ്കരിക്കുന്ന ആ ഒരു ബ്രഹ്മദേവനെ കുറിച്ച് നമുക്കറിയാം. ഈ കഥയൊന്ന് റിലേറ്റ് ചെയ്യൂ കുട്ടി, ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ ഒരു സംശയവും വിചാരിക്കേണ്ട, ഉറപ്പായിട്ടും ജോലി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. സൂര്യ അനു എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ചേച്ചി രാമായണ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പറയാമോ? പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തുടങ്ങിയാലോ ഈ മാസത്തിൽ? അതായത് നാമം ചൊല്ലുന്നതും മറ്റും എല്ലാം. തീർച്ചയായിട്ടും തുടങ്ങാം കേട്ടോ. ഞാൻ ഇനി വരുന്ന എപ്പിസോഡിൽ അത് പറയുകയും ചെയ്യാം. അപ്പോൾ രാമായണ മാസ ആശംസകൾ എല്ലാവർക്കും ഇപ്പോഴേ ഞാൻ പറയാണ്. രാമായണ മാസത്തിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലാത്തവർക്ക് സ്റ്റേ ട്യൂൺഡ്, നമുക്ക് അതൊക്കെ പറയാം കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.